വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന് ജാമ്യമില്ല. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി. വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. റിയാസ് കെ മാർ ചേരുന്നു വിവരങ്ങളുമായി. റിയാസ്, അങ്ങനെ ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഇപ്പോൾ ജിതിൻ ഭാസ്കറിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വടകര ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടുള്ള തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുകയാണ്. അല്പം മുൻപാണ് കോടതി ഇത് സംബന്ധിച്ച വിധി പ്രസ്താവിച്ചത്. ജിതിൻ ഭാസ്കറിന് ജാമ്യം നൽകാനാവില്ല എന്ന പ്രോസിക്യൂഷൻ വാദം, ജാമ്യം അനുവദിക്കരുതെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്, ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ജിതിൻ ഭാസ്കറിന് ഈ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ട് എന്നുള്ള ഒരു വാദമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. മാത്രമല്ല, ഇതിൽ മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ, ഉന്നതരായിട്ടുള്ള നേതാക്കൾക്കുൾപ്പെടെ ഇതിൽ പങ്കുണ്ട് എന്നുള്ള ഒരു ആരോപണവും ഈ അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അത്തരത്തിലൊരു വാദവും ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ജിതിൻ ഭാസ്കർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ ജിതിൻ ഭാസ്കർ റിമാൻഡിൽ തന്നെ തുടരേണ്ടി വരുന്ന സാഹചര്യവുമാണ്. ശരി, റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.